ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വോളിയം ആൻഡ് പ്രൈസ് കോറിലേഷൻ ആണ്, അഥവാ വോളിയം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പം ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ് വോളിയം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഒരു കണ്ടിന്യൂസ് പോർഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പം വോളിയം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളുടെ ട്രേഡിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരു പവർഫുൾ ടൂള് തന്നെയാണ് വോളിയം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് ബെറ്റർ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ടോപ്പിക് ആയിട്ടുള്ള വോളിയം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് അഥവാ കോറിലേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മാനിപ്പുലേഷൻ, മാർക്കറ്റ് മാനിപ്പുലേഷൻ. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രണ്ട് തരം ആളുകളുണ്ട്. ഓക്കെ, രണ്ട് തരം ആളുകൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും. ഫോറിൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിദേശ രാജ്യത്ത് നിന്ന് നമ്മളെ പറ്റിക്കുന്ന ആളുകളും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻസിൽ എടുക്കേണ്ട. പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, മാനിപ്പുലേഷൻ. അപ്പം നമ്മളിവിടെ ഒരു 7 മാനിപ്പുലേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 7 മാനിപ്പുലേഷൻസും ഒഫെൻസിബിൾ ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ആണ്. ഓക്കെ, പമ്പിങ്, ഡംപിങ്, സ്പൂഫിങ്, കോഡ് സ്റ്റഫിങ്, വാഷ് ട്രേഡിങ്, ചേണിങ്, ഫ്രണ്ട് റണ്ണിങ്, ഇൻസൈഡ് ട്രേഡിങ്. ഓക്കെ, ഇത് കമ്മിറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സും അതുപോലെ ഒരു വിധത്തിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പം സെബിയുടെ ഒരു റെഗുലേഷൻ പ്രകാരം മാനിപ്പുലേഷൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന മാനിപ്പുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ ബേസ്ഡ് മാനിപ്പുലേഷൻസ് ആണ്. നമ്മളുടെ SL and IR അതൊക്കെ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ റൂൾ ബേസ്ഡ് മാനിപ്പുലേഷൻ. അപ്പം ഞാൻ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ ഒഫെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം. പമ്പിങ് ആൻഡ് ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പമ്പിങ് ആൻഡ് ഡംപിങ് എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് പമ്പ് ചെയ്യുക. ഓക്കെ, അതിനെ പെരുപ്പിച്ച് കാണിക്കുക. ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈസിൻ്റെ വില കുറച്ച് കാണിക്കുക. ഓക്കെ, പമ്പിങ് ഡംപിങ് എന്ന് പറയുമ്പോൾ ഈ പമ്പിങ് പ്രോസസ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഒരു സ്റ്റോക്കിനെ അതിൻ്റെ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് വാങ്ങി അതിനെ ഏകദേശം ഒരു ലെവലെത്തുമ്പോൾ അവർ വിചാരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വിൽക്കാം. ഓക്കെ, അതാണ് അക്യുമുലേഷൻ. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷനിലാണ് എത്തുക. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ ബൈ ചെയ്യാൻ ആളുകൾ വേണം. അപ്പോൾ എന്താവും, ആ ഒരു ലെവലിൽ വെച്ചിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്യും. എക്സ്പേർട്ടേഴ്സിനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് റെക്കമെൻഡേഷൻ കൊടുപ്പിക്കും. അതുപോലെ തന്നെ ഒരുപാട് ടെലഗ്രാം ചാനലിൽ വരും, ന്യൂസ് വരും. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നത് ഏതാണ്, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ സെൽ എൻട്രി യൂസ് ചെയ്താണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ബൈ എൻട്രി അവർ സെൽ എൻട്രി ആക്കി മാറ്റും. ഓക്കെ, അതാണ് പമ്പിങ് ആൻഡ് ഡംപിങ്. അതുപോലെ ഡംപിങ് എന്താണ്, പ്രൈസിനെ താഴ്ത്തി കൊണ്ടുവന്നതിന് ശേഷം ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറയുക, പ്രൈസ് താഴ്ന്നു വരികയാണ്, ഇനി സെല്ല് ചെയ്യണം, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് പമ്പിങ് ആൻഡ് ഡംപിങ് എന്ന് പറയുന്നത്. ഇത് ഒഫെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചില റെയർ കേസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചില സ്റ്റോക്കുകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിന്യൂസ്ലി മാർക്കറ്റ് മുകളിലേക്ക് പോകുമായിരിക്കും, കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് പറയുന്നത് സ്പൂഫിങ്. എന്താണ് സ്പൂഫിങ് എന്ന് പറയുന്നത്? സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു മാനിപ്പുലേഷൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്പൂഫിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, പെരുപ്പിച്ച് കാണിക്കുക. എന്താ പെരുപ്പിച്ച് കാണിക്കുന്നത്? എക്സിക്യൂഷൻ പെരുപ്പിച്ച് കാണിക്കുക. അവരെന്ത് ചെയ്യും, 400 രൂപയ്ക്ക് 10 ലക്ഷം ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. ഓക്കെ, ഓക്കെ, ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണ്, 500 രൂപയാണ് സ്റ്റോക്കിന്. അവരെന്ത് ചെയ്യും, 400 രൂപയ്ക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. ഓക്കെ, അപ്പോൾ അത് എക്സിക്യൂട്ട് ആവുമോ? എക്സിക്യൂട്ട് ആവണമെങ്കിൽ 500 400ലേക്ക് വരണം. പക്ഷെ നമ്മളൊരു സ്റ്റോക്കിൻ്റെ വോളിയം എടുക്കുമ്പോഴോ അത് ഇതിൽ
ഇൻക്ലൂഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ അത് കാണുന്ന സമയത്ത് എന്താണ്, വോളിയം കൂടി, ഓക്കെ, ലിക്വിഡിറ്റി കൂടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യും, അത് വാങ്ങാൻ ശ്രമിക്കും. അതാണ് സ്പൂഫിങ്. സ്പൂഫി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വരുത്തി തീർക്കും. ഓക്കെ, 500 രൂപയുള്ള സ്റ്റോക്കിൽ 400 രൂപയ്ക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. ഒരു നോർമൽ കണ്ടീഷനിൽ 100 പോയിന്റ് താഴെ വരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് പോകുന്നല്ലാതെ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് സ്റ്റഫിങ്. ഓക്കെ, കോഡ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കോഡ് സ്റ്റഫിംഗ് ആൻഡ് വാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു തരം മാനിപ്പുലേഷൻ ആണ്. കോഡ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡ് സ്റ്റഫിംഗ് ആൻഡ് വാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക. ഹൈ ഫ്രീക്വൻസി ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ഉള്ളൊരു ബൈയിങ്ങും പെട്ടെന്ന് തന്നെ ഉള്ളൊരു സെല്ലിങ്ങും. ഓക്കെ, അവർ അത് ഇതെന്തിനാണ് നടത്തുന്നത്, പെട്ടെന്ന് ഒരു അപ്പ് മൂവ്, അതുപോലെ തന്നെ പെട്ടെന്ന് സെൽ മൂവ്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ ഫേക്കായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഒരു മാർക്കറ്റ് ഒരു ലെവലിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ്, നമ്മളുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ലെവലിൽ പോകുമായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്നൊരു കയറ്റും പെട്ടെന്നൊരു ഇറക്കും വരുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സൈക്കോളജി ടോട്ടലി മാറും. കാരണം ഇതെന്താ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു അവസ്ഥ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താവും, നമ്മളുടെ ബെറ്ററായിട്ട് നമ്മൾ എടുത്തു വെച്ച ഡിസിഷൻസ് ഒക്കെ പാളിപ്പോവാൻ ഇത് കാരണമാക്കും. ബെറ്ററായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ പോകുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് എടുക്കാമെന്നുള്ള ലെവലായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് മാർക്കറ്റിൽ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ മാറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ തിരിച്ച് മുകളിലേക്ക് കയറും. അപ്പോൾ ടോട്ടലി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുക, ടെൻഷൻ ആക്കുക, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യലാണ് ഈ കോഡ് സ്റ്റഫിങ് ആൻഡ് വാഷ് ട്രേഡിങ്ങിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താ, ചേണിങ് ആൻഡ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത് എന്താണ്, ഇത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്കിട്ട് പണിയുന്ന ഒരു പണിയാണ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് തന്നെ പല രീതിയിൽ റെക്കമെൻഡേഷൻസ് നമുക്ക് തരും. ഓക്കെ, ഇന്ന സ്റ്റോക്ക് ഈ ഒരു ലെവലിലെത്തി വാങ്ങും, ഈ സ്റ്റോക്ക് ആ ലെവലിലെത്തി വാങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരും. ഓക്കെ, പ്രത്യേകിച്ച് നിഫ്റ്റിയൊക്കെ ഓൾ ടൈം ഹൈയിൽ എത്തുന്ന സമയത്ത് നമുക്ക് റെക്കമെൻഡേഷൻസ് തരും. ഓക്കെ, ആ സ്റ്റോക്ക് വാങ്ങും, ഈ സ്റ്റോക്ക്, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, അവർക്ക് നമ്മളെ കൊണ്ട് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവർക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്താ, കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ട്രേഡേഴ്സിനെ കൊണ്ട് ഒരുപാട് ട്രേഡ്സ് എടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, അവർക്ക് കമ്മീഷൻ കിട്ടും. അതുപോലെ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മൾ ഇട്ട് വെക്കുന്ന ഓർഡേഴ്സൊക്കെ ബ്രോക്കേഴ്സിന് അറിയാം. ഓക്കെ, ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ ഡാറ്റ മുഴുവനുണ്ട്. അപ്പോൾ ബ്രോക്കേഴ്സ് വിചാരിക്കുകയാണ് ഈ ഒരു ലെവലിൽ ഈ ഒരു സ്റ്റോക്കിന്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ABC സ്റ്റോക്കിന് 500 രൂപയിൽ ഒരുപാട് ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യം അവരെന്ത് ചെയ്യും, മുതലാക്കിയും കൊണ്ട് എന്ത് ചെയ്യും, അവർ ഫ്രണ്ടിൽ തന്നെ അത് കണ്ടുകൊണ്ട് തന്നെ അവരും അവരുടെ ഒരു പൊസിഷൻസ് അവിടെ എടുത്ത് വെക്കും. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള എന്താണ്, ഇൻസൈഡർ ട്രേഡിംഗ് എന്നാണ്. ഓക്കെ, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ വിവരങ്ങൾ. ഓക്കെ, കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്, കമ്പനീൻ്റെ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ കമ്പനീൻ്റെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്ന് വെച്ചാൽ കമ്പനീൻ്റെ എന്താണ് ഇതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും, ഓക്കെ, കമ്പനി ഇപ്പോൾ പുറത്ത് വിടുകയാണ് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്, അപ്പോൾ അത് പിറ്റേത്തെ ദിവസം മാർക്കറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് അവർക്ക് ആദ്യം അറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് മെമ്പർ എന്ത് ചെയ്യും, ആദ്യമേ പോയിട്ട് എന്ത് ചെയ്യും, ഈ റിപ്പോർട്ട് പുറത്ത് വിട്ട് പബ്ലിക്കിന് അത് അവൈലബിൾ ആവുന്നതിന് മുന്നേ സ്റ്റോക്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ നിയമവിധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 7 മാനിപ്പുലേഷൻസ് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അല്ല. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രൈസ് ആൻഡ് വോളിയം പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് പ്രൈസും വോളിയം ആയിട്ട് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മൾ ഈ ഒരു മാനിപ്പുലേഷൻ, കാരണം എന്താണ്, പ്രൈസിനെയും വോളിയത്തിനെയും മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ളല്ല, ഇപ്പം വോളിയത്തിലും ചെറിയ രീതിയിൽ മാനിപ്പുലേഷൻ നടത്തും. എന്നിരുന്നാലും ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ വോളിയത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്,
കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആൻഡ് വോളിയം തമ്മിലുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിൽ വോളിയം ആൻഡ് പ്രൈസിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വോളിയം റെഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ സെക്യൂരിറ്റി that have been traded during a given period of time, typically within a trading day. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? ഒരു വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ ഓക്കെ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ടിപ്പിക്കലി ഒരു ഡേൻ്റെ ഉള്ളിലാണെങ്കിലും എത്രത്തോളം അതിൽ എന്താണ് ആക്ടിവിറ്റീസ് നടന്നു എന്ന് പറയുന്നതാണ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ്, എത്രത്തോളം ഷെയർസ് ട്രാൻസാക്ഷൻ നടന്നു, ബൈയിങ് നടന്നു, സെല്ലിങ് നടന്നു എന്നാണ്. ഓക്കെ, ഇറ്റ് മെഷർ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇത് മെഷർ ചെയ്യുന്ന എന്താണ്? ദ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇറ്റ്സ് പ്രൊവൈഡിങ് ടു ദ ഇൻസൈറ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഈ ഒരു വോളിയം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിലാണെങ്കിൽ അത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ വോളിയം ഓഫ് എ കമ്പനി സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്. ഹൈ വോളിയം ഒരു സ്റ്റോക്കിനിൽ ഹൈ വോളിയം കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഒരു ബുള്ളിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ എന്താണ്, ലോ വോളിയം ആണെങ്കിൽ എന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലാക്ക് ഓഫ് കൺവിക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡിങ് ദ സ്റ്റോക്ക്. ആ സ്റ്റോക്കിൽ ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കണം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ട്രാൻസാക്ഷൻ കൂടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത്. നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും നമ്മൾ നിഫ്റ്റി 50-യിൽ. അതുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിന് നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി. ഓക്കെ, ഇനി പ്രൈസ് എന്താണെന്ന് സിമ്പിളായിട്ട് അറിയാം. ദ പ്രൈസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് റെഫേഴ്സ് ടു ദ കറൻറ്റ് വാല്യൂ ഓഫ് വിച്ച് എ പെർട്ടിക്കുലർ സ്റ്റോക്ക് ഈസ് ട്രേഡിങ്. ഒരു സ്റ്റോക്കിൻ്റെ പെർട്ടിക്കുലർലി ആ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എന്താണ്, അത് തന്നെയാണ് പ്രൈസ്. ഓക്കെ, അതിപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊന്നും ഇപ്പോൾ ഇതിൽ കാര്യം പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വോളിയം, അതുപോലെ തന്നെ പ്രൈസ് എന്താണെന്ന് ഏകദേശം ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഓക്കെ, നമുക്ക് നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വോളിയം ആൻഡ് പ്രൈസ് കോറിലേഷൻ അഥവാ റിലേഷൻ ആണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, പ്രൈസ് എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അതുപോലെ വോളിയം മുകളിലേക്ക് പോകുന്നു. എന്താണ്? ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അവിടെ ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അതുപോലെ വോളിയം മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇൻട്രസ്റ്റ് കൂടുന്നു. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടുന്നു. അതുപോലെ അവിടെ ട്രാൻസാക്ഷൻസ് കൂടുന്നു. അപ്പോൾ വോളിയം മുകളിലേക്ക് പോകുന്നു, അതുപോലെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതൊരു സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് ആണ്. ആ സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, അതിൻ്റെ കൂടെ തന്നെ വോളിയം മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ്? ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെൻറ്റ് നമ്മളെന്താണ് വിളിക്കുക? സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറയും. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു ഡൗൺ മൂവാണ് പ്രൈസ് നടത്തുന്നത്. അതുപോലെ വോളിയം മുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് താഴേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു പറഞ്ഞാൽ താഴേക്ക് പ്രൈസ് പോകുന്നു, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന വോളിയം കൂടുതലാണെന്നല്ല അതിനർത്ഥം. കാരണം എന്താണ്? പ്രൈസ് താഴേക്ക് പോകുന്നു, അതുപോലെ വോളിയം മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പോകുന്നു, അല്ല നേരെ തിരിച്ച്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് താഴേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ്? അവിടെ സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റും സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റും നമുക്ക് മനസ്സിലായി. ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? പ്രൈസ് എപ്പോഴും മുകളിലേക്കും വോളിയം മുകളിലേക്കുമാണ് പോകുന്നത്. അതാണ് സ്ട്രോങ് അപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ആ ഒരു രീതി എങ്ങനെയായിരിക്കും? അതിൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മുകളിലേക്കായിരിക്കും. അതുപോലെ പ്രൈസ് താഴേക്കും വോളിയം മുകളിലേക്കും ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പക്ഷേ വോളിയം താഴേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പം വോളിയം ട്രാൻസാക്ഷൻസ് കുറയാണ് അവിടെ.
ട്രാൻസാക്ഷൻ വോളിയം കുറയുമ്പോൾ എന്താണ് അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഒരു വീക്ക് അപ്പ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആരൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ എന്താണ് ഒരു അപ് ട്രെൻഡ് പോയി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വീക്ക്നെസ് കാണാൻ ഇത് ഇടയാക്കും. അപ്പം പിന്നീട് എന്താ സംഭവിക്കുക, നമ്മുടെ ആൻറ്റിസിപ്പേഷൻ ശരിയാണെങ്കിൽ പിന്നെ ഒരു കൺസോൾട്ടേഷൻ വന്ന് തിരിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ് പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്ത് വോളിയം താഴേക്ക് പോകുന്നു. എന്താണ് പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു ഡൗൺ മൂവ്മെൻറ്റ് ആണ് നമ്മൾ പ്രൈസ് താഴേക്ക് പോകുന്നതിന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വോളിയം താഴേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സെല്ല് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ എന്താണ് അളവ് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്, പ്രൈസ് താഴേക്ക് പോകുന്നു പക്ഷേ വോളിയം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ഒരു ആൻറ്റിസിപ്പേഷൻ പ്രകാരം നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. വീക്ക് ഡൗൺ മൂവ്മെൻ്റ് ആണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മുകളിലേക്ക് പോകുമ്പോൾ സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് ആണ്. വോളിയം താഴേക്ക് വരുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു, അവിടെ എന്താണ് സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, അതുപോലെ വോളിയം താഴേക്ക് പോകുന്നു, അപ്പോൾ എന്താണ് ഒരു വീക്ക് അപ്പ് മൂവ്മെൻ്റ് ആണ്. നമ്മളിവിടെ ചാൻസ് ഓഫ് റിവേഴ്സലിന് നമ്മൾ കാത്തിരിക്കണം. അതുപോലെ എന്താണ് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം താഴേക്ക് പോകുന്നു, അവിടെ എന്താണ് ഒരു വീക്ക് ഡൗൺ മൂവ്മെൻ്റ് ആണ്. അവിടെ എന്താണ് അവിടെ നമ്മൾ റിവേഴ്സൽ കാണണം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മുകളിലേക്ക് പോകും, എന്താണ് സ്ട്രോങ് അപ്പ് മൂവ്മെൻ്റ് ആണ്. അവിടെ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. കാരണം എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ മാച്ചിങ് ഉണ്ട്. ഓക്കെ, അല്ലാതെ ഈ ഏരോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അടുത്തത് എന്താണ് പ്രൈസ് താഴേക്ക് പോകുന്നു, അതുപോലെ വോളിയം മുകളിലേക്ക് പോകുന്നു, അപ്പോൾ എന്താണ് സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെയും പോസിറ്റീവ് കോറിലേഷൻ ആണ്. കാരണം എന്താണ് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കും, ഇത് താഴ്ന്നു ഇത് മുകളിലുമായിട്ട് എങ്ങനെയാണ് പോസിറ്റീവ് വരിക അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ. പ്രൈസ് താഴേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് എന്നുള്ള ഒരു ഫാക്ടറാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് ബെയറിഷ് ആവണമെങ്കിൽ സെല്ല് ചെയ്യുന്ന ആളുകളുടെ വോളിയം കൂടണമല്ലോ. ഓക്കെ, അവിടെ സെല്ലിങ് ആക്ടിവിറ്റി കൂടണമല്ലോ. അപ്പോൾ വോളിയം മുകളിലേക്ക് പോകണ്ടേ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് പോകുമ്പം വോളിയം മുകളിലേക്ക് പോകുമ്പം ഡൗൺ മൂവ്മെൻറ്റ് സ്ട്രോങ് ആകും. അതുകൊണ്ട് തന്നെ ഇതും ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അടുത്തെന്താണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നു പക്ഷേ വോളിയം താഴേക്ക് പോകുന്നു, അവിടെ എന്താ നമ്മൾ പറഞ്ഞത് വീക്ക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താ നെഗറ്റീവ് കോറിലേഷൻ ആണ്. രണ്ടും തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതുപോലെ തിരിച്ചെന്താണ് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം താഴേക്ക് പോകുന്നു, അവിടെ എന്താണ് വീക്ക് ഡൗൺ മൂവ്മെൻ്റ് ആണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത്. അതും എന്താണ് ഒരു നെഗറ്റീവ് കോറിലേഷൻ തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ വരുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ട്രെൻഡ് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ വരുന്ന സമയത്ത് എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആക്ച്വൽ ട്രെൻഡ് കണ്ടിന്യൂ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വോളിയം റിലേഷൻഷിപ്പ് നമ്മൾ ഒന്നും കൂടി ആണ്. ഓക്കെ, ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ്. എന്താണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അവിടെ എന്താണ് അപ് ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം, ലുക്ക് ഫോർ ലോങ് എൻട്രീസ് ആണ്. അപ്പം അത് ആക്ച്വലി റെഡി തന്നെയാണ്. കാരണം എന്താണ് അപ് ട്രെൻഡിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ് ട്രെൻഡിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലോങ് എൻട്രീസിന് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ തന്നെ അപ് ട്രെൻഡ് പോകുകയെന്ന് പറയുമ്പോൾ വോളിയം എങ്ങനെയാണ് വോളിയം മാർക്കറ്റിൽ ഈ ഒരു രീതിയിൽ പ്രൈസ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ താഴെ എന്താണ് വോളിയവും ഇതുപോലെ ഏകദേശം ഈ ഒരു രീതിയിൽ വോളിയം മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ് മുകളിലേക്ക് പോകുമ്പം വോളിയം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്ക്, പ്രൈസ് മുകളിലേക്ക് പോകുമ്പം വോളിയം മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ് ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം. ഓക്കെ, ലുക്ക് ഫോർ ലോങ് എൻട്രി എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടാമത്തേത് നോക്കൂ. രണ്ടാമത്തേത് എന്താണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്താണ് ഡിക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അപ് ട്രെൻഡ് നോട്ട് സപ്പോർട്ടഡ് ബൈ വോളിയം. ഓക്കെ, ഒരു അപ് ട്രെൻഡ് പോകുമ്പോൾ വോളിയം സപ്പോർട്ട് കൊടുക്കണ്ടേ, പക്ഷേ ഇവിടെ വോളിയം സപ്പോർട്ട് കൊടുക്കുന്നില്ല. എന്താണ് എക്സിറ്റ് ലോങ് എൻട്രി അപ്പോൺ ഫർദർ സൈൻ ഓഫ് റിവേഴ്സൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫർദർ സൈൻ ഓഫ് റിവേഴ്സലിന് അവിടെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതുകൊണ്ടൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ എന്താ പ്രൈസും വോളിയം തമ്മിൽ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തെന്താണ്? പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു പറയുമ്പോൾ താഴേക്ക് പോകുന്നു. അതുപോലെ വോളിയം മുകളിലേക്ക് പോകുന്നു. അതിൻ്റെ കൺക്ലൂഷൻ സൈൻ എന്താണ്? ഡൗൺ ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം, ലുക്ക് ഫോർ ഷോർട്ട് എൻട്രി. ഓക്കെ, പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ഈ മാർക്കറ്റിൻ്റെ താഴേക്ക് പോകുമ്പോൾ എന്താണ്? വോളിയത്തിൽ റെഡ് ബാർസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് താഴേക്ക് പോകുമ്പം വോളിയം മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം എന്താണ്? ആ ഒരു സെല്ലിങ്ങിനെ ഈ വോളിയം സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഡൗൺ ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ ദ വോളിയം, ലുക്ക് ഫോർ ഷോർട്ട് എൻട്രി. ഓക്കെ, അടുത്തത് പ്രൈസ് ഡിക്രീസ് ആവുകയാണ്. പ്രൈസ് ഡിക്രീസ് ആകുമ്പോൾ വോളിയം ഡിക്രീസ് ആകുമ്പോൾ എന്താണ്? ഡൗൺ ട്രെൻഡ് നോട്ട് സപ്പോർട്ടഡ് ബൈ വോളിയം, എക്സിറ്റ് ഷോർട്ട് എൻട്രീസ് അപ്പോൺ ഫർദർ സൈൻ ഓഫ് റിവേഴ്സൽ. ഓക്കെ, എന്താണ്? ഡൗൺ ട്രെൻഡിന് വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു പോസിറ്റീവ് കോറിലേഷനും, പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് കോറിലേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാർട്ട് എക്സാമ്പിൾസ് നോക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് എന്താ മനസ്സിലാവുന്നത്? ഇത് പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് ക്ലോസ്. ഓക്കെ, ഇത് പിറ്റേത്തെ ദിവസത്തെ ചാർട്ടാണ്. നമ്മൾ ഈ ഒരു ദിവസത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവും? പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, പ്രൈസ് താഴേക്ക് വരുന്നു. വോളിയം എന്താണ്? വോളിയം താഴേക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് കോറിലേഷനാണ്? പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം മുകളിലേക്ക് പോകുമ്പോഴല്ലേ അവിടെ സപ്പോർട്ട് വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് വോളിയം താഴേക്കാണ് വരുന്നത്. അവിടെ എന്താണ്? നെഗറ്റീവ് കോറിലേഷനാണ്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ, അല്ലേ നമ്മൾ പ്രസൻറ്റേഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്താണ്? അവിടെ നമുക്കുള്ള റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് താഴേക്ക് വരുമ്പം വോളിയം താഴേക്ക് വരുന്നതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ റിവേഴ്സൽ, ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വന്നു. പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴെന്താണ്? വോളിയത്തിലും വല്ലാത്ത മാറ്റമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പ്രൈസിനെ റീഡ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വലുത്, ഇത് ചെറുത്, ഇത് വലുത്, അങ്ങനെയല്ല നോക്കേണ്ടത്. നമ്മൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വരച്ചു നോക്കണം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ പ്രൈസ് താഴുന്ന സമയത്ത് വോളിയം താഴേക്കാണ് പോകുന്നത്. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? അവിടെയും വോളിയം താഴേക്കാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വോളിയത്തിൽ വലിയൊരു മാറ്റവും ഇല്ല. ഓക്കെ, നമ്മളിത് ഇനി അടുത്ത സ്ലൈഡിൽ നമ്മളൊരു ICT കോൺസെപ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവും. നമ്മൾ ICTയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഇത് അനാലിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ്. ഓക്കെ, പിന്നെ ആ പോയിന്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു വോളിയം തരണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്ക്. ഈ ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിനായിട്ട് സെലക്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലായിട്ട് ഇതാണ് എടുത്തത്. ഓക്കെ, പക്ഷേ ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിലാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു ക്യാൻഡിലിന് നല്ല വോളിയം ഉണ്ട്, അല്ലേ? നല്ലൊരു വോളിയം ഉണ്ട്, കണ്ടില്ലേ? നല്ലൊരു വോളിയം ഉണ്ട്. അതിന് ശേഷം എന്താണ്? ഇതാണ് ക്യാൻഡിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്, ഇത്. അതിന് ശേഷമുള്ള വോളിയം നോക്കുകയാണെങ്കിൽ എന്താണ്? അതും അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. അപ്പോൾ പ്രൈസ് താഴേക്ക് വന്നപ്പോൾ വോളിയം മുകളിലേക്ക് പോയി. ഈ രണ്ട് ക്യാൻഡിൽ താഴേക്ക് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും ക്യാൻഡിൽ. അതിനുശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടി. വോളിയം നോക്ക് നിങ്ങൾ, ഈ ഒരു ക്യാൻഡിലും മുകളിലേക്കാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് മുകളിലേക്ക് കയറി, പക്ഷേ വോളിയം താഴേക്കാണ്. അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പം മുകളിലേക്ക് ഒരു ബൈ എടുക്കുന്നത് ശരിയാവുമോ? കാരണം പോസിറ്റീവ് കോറിലേഷൻ ഇല്ല. അതിനുശേഷം എന്താണ്? പ്രൈസ് ഇവിടെ ഒരു റേഞ്ച് കളിച്ചു. നമ്മൾ ICTയിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെയും ലിക്വിഡിറ്റി. നിങ്ങൾ നോക്ക്, രണ്ടാമത് പ്രൈസ് ഈ ഒരു OBയിൽ ടാപ്പ് ചെയ്തപ്പോഴാണ് പിന്നെ വോളിയം ഇൻക്രീസ് ആയത്. ഓക്കെ, അതുവരെ നോക്കുന്നതാണെങ്കിൽ ഒരു റിമെയിൻസ് ആണ്. വലിയ രീതിയിൽ ഒരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ എന്താണ്? ഈ ഒരു OBയിൽ എത്തിയ സമയത്ത് നോക്ക് നിങ്ങൾ, പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്ത് വോളിയം മുകളിലേക്കാണ് പോയത്. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി ICTയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഓർഡർ ബ്ലോക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. ഓർഡർ ബ്ലോക്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലിന് വോളിയം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ കിട്ടി. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന ക്യാൻഡിൽ താഴേക്ക് പോകുന്നു. അപ്പം കണ്ടില്ല ഈ ഒരു ഏരിയയിൽ വോളിയം നോക്കുക നിങ്ങൾ, വോളിയത്തിൽ റേസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വോളിയത്തിന് റേസ് വന്നത് എവിടെയാണ്? ഈ ഒരു ക്യാൻഡിലിൽ. ഓക്കെ, ഓൾറെഡി പിന്നീട് പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടിയ സമയത്താണ് പിന്നെ വോളിയം ഇൻക്രീസ് ആയിട്ടുള്ളത്. കണ്ടില്ലേ വോളിയം ഇൻക്രീസ് ആയിട്ടുള്ളത്? മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ടോ ഒന്നുമല്ല. ഓക്കെ, എന്താണ് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക വെച്ചാൽ പ്രൈസും വോളിയവും തമ്മിൽ ആ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ അതിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, പ്രൈസ് കൂടുന്ന സമയത്ത് വോളിയം കൂടുകയാണെങ്കിൽ പോസിറ്റീവ്, പ്രൈസ് കൂടുന്ന സമയത്ത് വോളിയം കുറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ കോറിലേഷൻസ് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ നമ്മളുടെ പാറ്റേൺ വരുന്ന സമയത്ത് നമ്മൾ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഓർഡർ ബ്ലോക്ക് തരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ബെയറിഷ് ആണെങ്കിൽ ആ ഒരു ബെയറിഷ് വോളിയം നോക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കുക. അല്ലാതെ വോളിയം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുത്. വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിലെ 1 ഡേ ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ എലക്ഷൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ക്രിയേറ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ഓക്കെ, പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് അനുബന്ധിച്ചിട്ട് ഒരു ഭയങ്കര ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി മുഴുവൻ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. ഓക്കെ, അതിനുശേഷം ഇലക്ഷന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ വോളിയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം താഴേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പോകുന്നു. അപ്പോൾ മുകളിലേക്ക് പോകുന്ന പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇൻ ദ സെൻസ് പ്രൈസ് ആൻഡ് വോളിയം റിലേഷൻഷിപ്പിൽ ഓക്കെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സഡൻ റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കൂ, ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ ക്യാൻഡിൽസിൻ്റെ കളിയാണ്. ഓക്കെ, ആ സമയത്ത് പ്രൈസ് കോൺസ്റ്റൻ്റ്ലി ഒരു ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ ഒരു ഡൗൺ ആണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പ്രൈസിനെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഒരു ലോങ് എൻട്രി എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മുകളിലേക്ക് പോകുമ്പോഴേ നമുക്കൊരു ലോങ് എൻട്രി ആക്ച്വലി നമുക്ക് ഒരു ക്രൈറ്റീരിയ സെറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം കുറവാണ്. അപ്പോൾ ഇനി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പ്രൈസ് ഇവിടെ ഒരു ഇൻഡിസിഷൻ കളിച്ച് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഒരു ICT ലെവലിൽ നോക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡേ ബേസിൽ ഈ ഒരു OB നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റേഞ്ചസ് ഉണ്ട്. റേഞ്ചസ് ഈ ഒരു ഏരിയയിൽ റേഞ്ച് ഇതാണ് നമ്മളുടെ റേഞ്ച്. ഓക്കെ, സ്വിങ് ഹൈ, സ്വിങ് ലോ. ഓക്കെ, ഈ ഒരു ലോ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് റിജക്ഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ ഇൻഡിസിഷൻ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കോ ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്കോ പ്രൈസ് ടാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം പ്രൈസിനെ വെച്ചുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. അപ്പോഴും പ്രൈസ് ഒരു വോളിയത്തിൻ്റെ ബാർ നിങ്ങൾ ഇൻഡിക്കേറ്റർ വൈസിൽ വെക്കുക. ഓക്കെ, ഞാൻ മെയിനായിട്ട് വോളിയം മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ താഴെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ആണ്. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് വെക്കുന്നത് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളുടെ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് ഇങ്ങനെ തൊരേ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് അത് ഇൻഡിക്കേറ്റർ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വോളിയത്തിനെ ഒന്ന് വായിക്കുക, പ്രൈസും വോളിയം തമ്മിൽ ഒന്ന് വായിക്കുക. അല്ലാതെ നമ്മളൊരു ലോങ് എൻട്രി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പ്രൈസും വോളിയം തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണോ എന്ന് നോക്കിയിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ്
പ്രൈസിനെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ചില ആളുകൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ 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 അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ്, ഇത് പ്രൈസ് ഒരു ഡൗണ്, ഇത് പ്രൈസ് ഒരു അപ്പ്, ഇത് നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് ഒരു കോൺസ്റ്റൻ്റ്, ഇത് പ്രൈസ് ഡൗണ്, കണ്ടില്ലേ, പ്രൈസ് മുകളിലേക്ക് വോളിയം താഴേക്ക്. ഓക്കെ, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പ്രൈസും വോളിയം തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പ്രൈസും വോളിയം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.